സ്വന്തം മിഥുലാവിസാണ്. മക്കളെ, നമ്മുടെ മെറ്റൽസ് അഥവാ ലോഹങ്ങൾ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററിന്റെ കുട്ടികൾ എല്ലാവരും ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ രീതിയിലാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളിലായി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ, ഏത് ടോപ്പിക് ആയിക്കോട്ടെ, എന്റെ കുട്ടികൾ പഠിക്കുമ്പോൾ വെറുതെ തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ തിയറി പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ചോദ്യങ്ങളും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ക്വസ്റ്റ്യൻസുമായിട്ടാണ് നിങ്ങളുടെ സ്വന്തം മിഥുല മിസ് ആയിട്ടുള്ള ഞാൻ എത്തിയിട്ടുള്ളത്. സോ സമയം കളയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു ഫൈൻ വയേഴ്സ്. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഡാഷ്. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കാൻ സാധിക്കും. ഈ സവിശേഷതയെ നമ്മൾ എന്താ വിളിക്കുക? നമ്മൾ മെറ്റൽസിന്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട് അല്ലെ. അതിലൊരു വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ് ഈ ഒരു പ്രോപ്പർട്ടി. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇതേപോലെയുള്ള വയറുകളിലൊക്കെ കാണപ്പെടുന്ന നമുക്കറിയാം, കോപ്പർ കമ്പികൾ, അലൂമിനിയം കമ്പികളൊക്കെയാണ് അല്ലെ. ഈ കോപ്പർ, അലൂമിനിയം എന്നൊക്കെ പറയുന്നത് മെറ്റൽസ് ആണ്. അപ്പൊ മെറ്റൽസ് ഇങ്ങനെ ഫൈൻ വയേഴ്സ് ആക്കി മാറ്റാൻ സാധിച്ചാൽ ആ ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരെന്താ? ആ ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി. എന്താ മക്കളെ പറയാ? ഡക്റ്റിലിറ്റി. അപ്പൊ നമ്മുടെ മെറ്റൽസിനെ ഫൈൻ വയേഴ്സ് ആക്കുന്നു, കനം കുറഞ്ഞ കമ്പികളാക്കുന്നു. ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ മെറ്റൽസ് ഇങ്ങനെ അടിച്ചു പരത്താറുണ്ട് അല്ലെ. തിൻ ഷീറ്റുകളാക്കി മാറ്റാറുണ്ട്, ഹാമർ ചെയ്തിട്ട് കനം കുറഞ്ഞ തകിടുകളാക്കാറുണ്ട്. അതിനെ നമുക്ക് മാലിയബിലിറ്റി എന്ന് പറയാം. ഇനി മെറ്റൽസിന് നമ്മൾ ഇങ്ങനെ കൊട്ടിയാൽ, നല്ല കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ഇങ്ങനെ ഹാമർ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് സോണോറിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മെറ്റൽസിന് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് അല്ലെ. താപത്തെ കടത്തി വിടാനുള്ള കഴിവുണ്ട്. അതാണ് തെർമൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ താപചാലകത എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഹീറ്റ് പോലെ തന്നെ അവർ ഇലക്ട്രിസിറ്റി അഥവാ വൈദ്യുതിയെ കടത്തിവിടാറുണ്ട്. ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന, വൈദ്യുതി കടത്തിവിടുന്ന ആ ഒരു കഴിവിനെ നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ വൈദ്യുത ചാലകത എന്നാണ് പറയാറുള്ളത് അല്ലെ. അപ്പൊ ഇങ്ങനെ മെറ്റൽസിന്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ ഓരോ പ്രോപ്പർട്ടീസും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതിന്റെ ഓരോ എക്സാമ്പിൾസും വൃത്തിയായിട്ട് നോക്കാം. അടുത്ത ചോദ്യം, which gas is formed when sodium reacts with water? മക്കളെ, സോഡിയം ജലവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നമ്മൾ ചാപ്റ്റർ തുടക്കത്തിൽ തന്നെ പഠിക്കുന്നതാണ് അല്ലെ. നമ്മള് ഒരു ബീക്കറിലേക്ക് കുറച്ച് വെള്ളം എടുക്കുന്നു, ഇതിലേക്ക് സോഡിയം ഇടുന്നു. അങ്ങനെ സോഡിയം ഇടുമ്പോഴേക്കും അവിടെ നല്ല തീയൊക്കെ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ നമ്മുടെ സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നത് രണ്ടാൾക്കാരാണ്. ഒന്ന് NaOH എന്ന് പറയുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ്. രണ്ടാമതായിട്ട് അവിടെ പുറത്തു വരുന്ന ആളാണ് ഹൈഡ്രജൻ ഗ്യാസ്. മക്കളെ, ഏതൊരു മെറ്റലും, എല്ലാ മെറ്റൽസും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യില്ല അല്ലെ, ജലവുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അപ്പൊ ജലവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന വളരെ കുറച്ച് മെറ്റൽസേ ഉള്ളൂ. ഈ മെറ്റൽസ് റിയാക്ട് ചെയ്താൽ അവിടെ പുറത്തേക്ക് വരുന്ന ഗ്യാസ്, ഒരു മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ പുറത്തു വരുന്നത് ഹൈഡ്രജൻ വാതകമാണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഒരു ലോഹം ജലവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ നമുക്ക് കിട്ടുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്, മറക്കരുത് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? ഏത് ഗ്യാസാ? ഹൈഡ്രജൻ ഗ്യാസ് ആണ്, ഹൈഡ്രജൻ വാതകം. ഇനി which among the following metals does not react with water? അല്ലെ, അതായത് ജലവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത ലോഹം ഏതാണെന്നാണ്. നമ്മുടെ കയ്യിൽ പൊട്ടാസ്യം ഉണ്ട്, കോപ്പർ ഉണ്ട്, കാൽസ്യം ഉണ്ട്. K എന്ന് പറയുന്നത് പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ ആണ്. Cu is the symbol for copper, Ca is the symbol for calcium. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം ഇവരൊക്കെ കോൾഡ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ. തണുത്ത ജലവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളാണ്. ഇനി ചൂട് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മഗ്നീഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ കോപ്പർ എടുത്താൽ കോപ്പർ ഹോട്ട് വാട്ടർ ആയിട്ടോ അല്ലെങ്കിൽ കോൾഡ് വാട്ടർ ആയിട്ടോ ഒന്നും റിയാക്ട് ചെയ്യില്ല. ചൂടുവെള്ളവുമായിട്ടും തണുത്ത ജലവുമായിട്ടും ഒന്നും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത ഒരാളാണ് നമ്മുടെ കോപ്പർ എന്ന് പറയുന്നത് കേട്ടോ. സോ ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ കോപ്പർ ആണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതി തരാം, മഗ്നീഷ്യമാണ്
ഹോട്ട് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ആളാണ് അല്ലെ, ചൂടുവെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റൈറ്റ് ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള രാസപ്രവർത്തനം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എഴുതി നോക്കാം. നമ്മുടെ സിങ്ക് എന്ത് ചെയ്യുന്നു, ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സിങ്ക് ക്ലോറൈഡിനെയും കിട്ടുന്നു, അതേപോലെ ഹൈഡ്രജൻ ഗ്യാസിനെയും കിട്ടുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ ഇവിടെ എന്റെ കുഞ്ഞുങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഏതൊരു മെറ്റലും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ, ഏതൊരു ലോഹവും ആസിഡുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ നമുക്ക് കിട്ടുന്നത് സോൾട്ടും അതേപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസുമാണ്. ഓക്കെ, നമുക്ക് ലവണവും കിട്ടും, അതേപോലെ ഹൈഡ്രജൻ വാതകത്തെയും ഉൽപ്പന്നങ്ങളായിട്ട് കിട്ടും. ഇതൊരു ഓർത്തിരിക്കുക. സിങ്ക് ആയിക്കോട്ടെ, മഗ്നീഷ്യം ആയിക്കോട്ടെ, ഇവരൊക്കെ റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത്, ബട്ടർ മിൽക്ക് ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ അലൂമിനിയം വെസൽസ്, ഗീവ് റീസൺ. മോരും വെള്ളം അലൂമിനിയം പാത്രങ്ങളിൽ സൂക്ഷിക്കാറില്ല, എന്തായിരിക്കും കാരണം? മക്കളെ, നമ്മുടെ ബട്ടർ മിൽക്ക് എടുത്താൽ, നമ്മുടെ മോരും വെള്ളം എടുത്താൽ, ബട്ടർ മിൽക്ക് എടുത്താൽ അതിൽ ഒരു ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ആസിഡ് ആണ് നമ്മുടെ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ മോരും വെള്ളം എടുത്താൽ അതിനുള്ളിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ഓക്കെ, ശരി. ഇനി അലൂമിനിയം എന്ന് പറഞ്ഞാൽ ആരാ? അലൂമിനിയം എന്ന് പറയുന്നത് ഒരു മെറ്റലാണ് അല്ലെ, ഒരു ലോഹമാണ്. അപ്പോ ഈ അലൂമിനിയത്തിലേക്ക് നമ്മൾ മോരിനെ ഒഴിക്കുമ്പോൾ അതിലുള്ള ലാക്റ്റിക് ആസിഡ് എന്താ ചെയ്യുക? ലാക്റ്റിക് ആസിഡുമായിട്ട് അലൂമിനിയം റിയാക്ട് ചെയ്യും, സോൾട്ടും അതേപോലെ ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് മാറും. അപ്പൊ അതുവഴി ഫോൾ ടേസ്റ്റ്, ഒരു വല്ലാത്ത രുചി അവിടേക്ക് വരും. അപ്പൊ അതൊരു അൺഹെൽത്തി ആണ്, നമുക്ക് വയറ്റിലെ പ്രശ്നങ്ങളൊക്കെ വരും. സോ അലൂമിനിയവും മോരിൽ അടങ്ങിയിട്ടുള്ള ബട്ടർ മിൽക്കിലുള്ള ആസിഡുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും, കെമിക്കൽ റിയാക്ഷൻ നടക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ബട്ടർ മിൽക്കിനെ അലൂമിനിയം വെസൽസിൽ കീപ്പ് ചെയ്യാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെയിം ഓഫ് സം മെറ്റൽസ് ആർ ഗിവൺ ബിലോ. ചില ലോഹങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്, ഗോൾഡ്, സോഡിയം, കോപ്പർ, അയൺ, മഗ്നീഷ്യം. ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് ഇസ് ദ മോസ്റ്റ് മാലിയബിൾ മെറ്റൽ. മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാ? നമുക്കറിയാം, തിൻ ഷീറ്റ്സ് അല്ലെങ്കിൽ കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്നതിനെയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മാലിയബിലിറ്റി ഏറ്റവും കൂടിയ നമ്മുടെ മെറ്റൽ ഏതാണ്? നമ്മൾ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏത് മെറ്റലാ മക്കളെ? വെരി ഗുഡ്, ഗോൾഡ് ആണ് കേട്ടോ, സ്വർണമാണ്. ഇനി അടുത്തത്, വിച്ച് മെറ്റൽസ് റിയാക്ട്സ് വിത്ത് കോൾഡ് വാട്ടർ. തണുത്ത ജലവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആരാണെന്നാണ്? കോൾഡ് വാട്ടർ തണുത്ത ജലവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് ഏതൊക്കെയാ? സോഡിയം, പൊട്ടാസ്യം ഒക്കെയാണ്. അപ്പൊ ഇവിടെ ഓപ്ഷനിലുള്ളത് സോഡിയം. അപ്പോ മഗ്നീഷ്യം കണ്ടു കഴിഞ്ഞാൽ തെറ്റിക്കരുത്. മഗ്നീഷ്യം ഹോട്ട് വാട്ടർ, ചൂടുവെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ സോഡിയമാണ് തണുത്ത ജലവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആള്. ഇനി നെയിം എ ഹാർഡ് മെറ്റൽ ദാറ്റ് കൊറോഡ്സ് ഈസിലി. കാഠിന്യമുള്ളതും വേഗത്തിൽ ലോഹനാശനം സംഭവിക്കുന്നത് ആർക്കാ? നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന പിച്ചാത്തി, കത്തി, വെട്ടുകത്തി, മൺവെട്ടി, ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന, ജനാലകളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരാളുണ്ട്. ആരാ? നമ്മുടെ അയൺ അല്ലെ, നമ്മുടെ ഇരുമ്പ്. അപ്പൊ ആൾക്ക് നല്ല കട്ടിയാണ്, ഒരുപാട് യൂസസ് ഉണ്ട്. പക്ഷെ വേഗത്തിൽ തുരുമ്പിച്ചു പോകുന്ന, ലോഹനാശനം അല്ലെങ്കിൽ കൊറോഷൻ സംഭവിക്കുന്ന ഒരാളാണ് അയൺ, ഇരുമ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ കുട്ടികൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇപ്പോ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്ന്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വരും ദിവസങ്ങളിലായി ഓരോ വീഡിയോകളിലും ലൈവുകളിലും ഒക്കെയായി നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യും. ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങളെ കെമിസ്ട്രിയിൽ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. ഇനി മക്കളെ, നിങ്ങൾക്ക് കമന്റ് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എന്റെ കുട്ടികൾ എല്ലാവരും ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.